പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. കാനാന്യ സ്ത്രീ അവൾ ഈശോയുടെ പുറകെ നടക്കുകയാണ്. അവളുടെ കുഞ്ഞിനെ സുഖപ്പെടുത്തണം. ഇവരുടെ ശിഷ്യന്മാരും ഈശോയെ സ്വാധീനിക്കുന്നുണ്ട്. അവൾക്ക് ഇത്രയും നാളുമായില്ലേ, അവൾ കുറച്ച് നടക്കുന്നതല്ലേ, അവളെ ഒന്ന് പറഞ്ഞു വിട്. നമ്മൾ പല ആൾക്കാരും കുറച്ചൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മടുക്കും, നടക്കുകയല്ലേ. എന്നാൽ ഈ സ്ത്രീയുടെ വിശ്വാസം, എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിക്കുകയല്ല, അത് എൻ്റെ കർത്താവ് അല്ലെങ്കിൽ പോലും എന്നെ ഉപേക്ഷിക്കുകയല്ല. ഇവളൊരു വിജാതി സ്ത്രീയാണ്. നോക്കിക്കേ സ്നേഹമുള്ള സഹോദരനെ, കഴിഞ്ഞ ദിവസം പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു ചെറിയ ഉൾക്കാഴ്ച കിട്ടി. നിൻ്റെ അടുത്ത് വന്ന് ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ടല്ലേ ചോദിച്ച്. പക്ഷെ എൻ്റെ സ്വഭാവം അവർക്ക് എന്താ മനസ്സിലാകാത്തത്? ഞാൻ അന്ധൻ്റെയും ബധിരൻ്റെയും ജഗടൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കും. അങ്ങനെയാണ് ഞാൻ പാപികളെ രക്ഷിക്കാൻ വന്നതാന്നേ. രോഗികൾ കാണുന്നേ വൈദ്യനെ കണ്ട ആവശ്യം. നീ അത് പറഞ്ഞു കൊടുക്കണം. നീ അവരോട് പറയണം, ഭർത്താവിൻ്റെ സന്നിധി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ പ്രാർത്ഥന കേൾക്കും. അത് ഞാൻ കാരണമാണ്, അല്ല ഇന്നയാൾ കാരണമാണെന്നൊന്നും പറയണ്ട. നിന്നെ തമ്പുരാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നേ. അങ്ങനെയല്ലേ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതെ, അവരും വന്നോളും. അതുകൊണ്ട് അവർക്ക് ആ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കണം. നീ പ്രാർത്ഥിക്കണം, ഈശോയുടെ അടുത്ത് ഇരിക്കണം, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം. ഒരിക്കലും ഒരു വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. അതിനുള്ള കൃപ കർത്താവ് തരട്ടെ. കൂടുതൽ കർത്താവിൻ്റെ അടുത്തിരിക്കാനുള്ള കൃപ തരട്ടെ. എന്നെ പ്രാർത്ഥിക്കുന്നു കേട്ടോ. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.